ഫിസിയോളജിക് അനറക്സിയ കുഞ്ഞുങ്ങൾ 1 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ സാധാരണയായിട്ട് ഫുഡ് കഴിക്കുന്ന അളവ് കുറവായിരിക്കും. സോ ഫുഡ് കുറച്ചേ കഴിക്കത്തുള്ളൂ. ഈ കുഞ്ഞുങ്ങൾ ഫുഡ് കുറച്ച് കഴിക്കുന്നതുകൊണ്ട് പേരൻസിന് ഭയമാണ്. അവർ ചോദിക്കും, എൻ്റെ കുഞ്ഞ് 1 വയസ്സിന് മുമ്പ് നന്നായിട്ട് ഒക്കെ ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം ഫുഡ് കുറച്ചേ കഴിക്കുന്നുള്ളൂ. സോ പേരൻസിന് ഇങ്ങനെയുള്ള ഭയം കാണിക്കാറുണ്ട്. ഇതൊരു നോർമൽ പ്രോസസ്സാണ്. ഓക്കെ, ഇത് ടോഡ്ലർ, അതായത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ, ടോഡ്ലർ ഏജിൽ ഇത് വളരെ കോമൺ ആണ്, ഇത് നോർമലാണ്. ടോഡ്ലേഴ്സിൽ ഈ ഫിസിയോളജിക്കൽ അനറക്സിയ ഉണ്ടാകുന്നതിൻ്റെ കാരണം, ഒരു കുഞ്ഞ് അത് ഇൻഫൻ്റ് ആയിരിക്കുന്ന സമയത്ത് അതിന് നന്നായിട്ട് ആഹാരം വേണം. അതിൻ്റെ ശരീരം വളരാനായിട്ട്, ഓരോ ഓർഗൻസ് വളരാനായിട്ട് അതിന് നന്നായിട്ട് ആഹാരം വേണം. എന്നാൽ 1 വയസ്സ് കഴിയുമ്പോഴത്തേന് അത്രയും ആഹാരം ശരീരത്തിന് ആവശ്യമില്ല. അതൊരു നോർമൽ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഈ അനറക്സിയ, വിശപ്പില്ലായ്മ കാണിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് ഈ ടോഡ്ലർ ഏജിൽ സ്റ്റൊമക്ക് ചെറുതായിരിക്കും. അത്രയും ഫുഡൊന്നും ഈ സ്റ്റൊമക്കിൽ താങ്ങാനുള്ള കപ്പാസിറ്റി കാണത്തില്ല. അതുകൊണ്ടും ഫുഡ് കഴിക്കുന്നതിൻ്റെ അളവ് കുറയാം. പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ, ഈ ടോഡ്ലർ ഏജിലുള്ള കുഞ്ഞുങ്ങൾ അവരുടെ കളികളിലായിരിക്കും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവരുടെ എൻവയോൺമെൻറ്റ്, അവരുടെ ലോകത്തിലായിരിക്കും അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ ഫുഡിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഓക്കെ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ 1 to 3 ഇയറിൽ ആഹാരം അധികം കഴിക്കാത്തത്. ഫിസിയോളജിക് അനറക്സിയ ഹാൻഡിൽ ചെയ്യുന്നത് ഈ കുഞ്ഞിന് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഫുഡ് ഒരുമിച്ച് കൊടുക്കാതിരിക്കുക. കുഞ്ഞ് എത്രയും കഴിക്കുന്നോ അത്രയും മാത്രം ഫുഡ് കൊടുക്കുക. കുഞ്ഞിന് ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ ആഹാരം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഒരേ ആഹാരം തന്നെ റിപ്പീറ്റഡായിട്ട് കൊടുക്കാതെ കുഞ്ഞിന് ഇഷ്ടമുള്ള ആഹാരം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പേരൻസ് ഈ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്. അതുപോലെ നന്നായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുക. ഓക്കെ, താങ്ക് യു.